ഈ വർഷത്തെ ക്രിസ്മസ് വന്നതും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ല. അല്ല പോയിട്ടില്ല, എന്നാലും പോവാറായല്ലോ. സാധാരണ എല്ലാ വർഷവും ക്രിസ്മസിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ നവംബർ ലാസ്റ്റ് തന്നെ ചെയ്യാറുണ്ട്. ട്രീ സെറ്റ് ചെയ്യും, പുൽക്കൂട് സെറ്റ് ചെയ്യും, ന്യൂ ഇയർ പ്രപ്പ് ചെയ്യും. പക്ഷെ ഈ വർഷം എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ ട്രീ ഒക്കെ സെറ്റ് ചെയ്തത് 2 ദിവസം മുമ്പാണ്. സാധാരണ എല്ലാ വർഷവും ഞാനാണ് പുൽക്കൂട് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഈ വർഷം പുൽക്കൂട് ഉണ്ടാക്കാൻ ഇനി സമയമില്ലല്ലോ എന്നുകൊണ്ട് ഞാൻ പുൽക്കൂട് വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ആ ഒരു സാധനം ഫ്രണ്ടിൽ പോലും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഈ വർഷത്തെ ഡിസംബർ എന്താണെന്നറിയില്ല, എൻജോയ് ചെയ്യാനേ പറ്റില്ല. പെട്ടെന്ന് പോയ പോലെ തോന്നി. പോയത് പോയി. ട്രീയിലോട്ട് നമുക്ക് വരാം. ഈ ട്രീ ആണ് നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിച്ച ട്രീ. 8 അടി ആട്ട സംഭവം. 8 അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ എന്നാലും കൺമുമ്പിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും വലിയ ഗടാഗടീനാണല്ലേ എന്ന് മനസ്സിലായത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് ടൈമിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ബ്രോഡ്വേയിൽ ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറെ കടകളിൽ പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല പിശുക്ക് കാണിച്ചിട്ടാട്ടെ ഈ ഒരു ട്രീയിൽ സെറ്റ് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, ഞാൻ റൂം മേക്ക് ഓവർ ഈ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഈ ട്രീയിൽ തൂക്കി കഴിഞ്ഞാൽ റൂം മേക്ക് ഓവറിന് സാധനം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ സെറ്റ് ചെയ്തതായിരുന്നു. ട്രീ ഒക്കെ വളരെ മികച്ച രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്നറിയോ, ഈ സാധനം പുറത്ത് കൊണ്ടുപോയി വെക്കണം. നിലത്തൊക്കെ ഇരുന്ന് നിരങ്ങിയൊക്കെ ആയിരുന്നു സാധനം പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആരും നോക്കണ്ട, ക്രിസ്മസ് ട്രീയുടെ ബാക്ക് സൈഡ് ഒന്നും ഓർണമെന്റ്സ് ഒന്നും ഇല്ല. ആകെ ഫ്രണ്ട് സൈഡിൽ ആൾക്കാർ കാണുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ട്രീ സെറ്റായി. ഇനി അടുത്തത് റൂം മേക്ക് ഓവർ ആണ്. ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും.